അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാറിന്റെ ബമ്പറാണ് ഇവിടെ ചളുങ്ങിയിരിക്കുകയാണ്. വേറെ ഒരു സ്കൂട്ടി വന്ന് ഇടിച്ചാണ്, അപ്പോൾ ചളുങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ബമ്പർ നമ്മൾ നിവർത്തിയെടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നിവർത്തിയെടുക്കാം. അപ്പോൾ അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേടാ നമ്മൾ വെള്ളം തിളപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഗ്യാസ് വെച്ച് നമ്മൾ തിളപ്പിച്ചെടുക്കുക. നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ നമുക്ക് ഈ തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ ഏത് ബമ്പർ ചളുങ്ങിയത് നമുക്ക് നിവർത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ബമ്പറിലേക്ക് നമ്മുടെ ചളുക്കമുള്ളിടത്തേക്ക് ഇത് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പെയിൻറ്റ് പോലും പോകത്തില്ല. ഇത് നമ്മളിങ്ങനെ ഒഴിച്ച് ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തോടെ ഇതാ ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൈ വെക്കുക, പ്രസ് ചെയ്യുക. ഇത്ര പരിപാടിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നിവർത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ ചൂടുവെള്ളം വെച്ചിട്ട് നമ്മുടെ ബമ്പർ ചളങ്ങി നമ്മൾ നിവർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറയുന്നത് ഇതേ സ്ക്രാച്ച് ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ എല്ലാം സ്ക്രാച്ച് ആയിട്ടുണ്ട്. ഈ പെയിന്റ് കട്ടായി പോയിരിക്കുന്നത് നമ്മുടെ മാറിക്കിട്ടില്ല. ബാക്കിയുള്ള സ്ക്രാച്ചുകളും അത്യാവശ്യം ഈ കറവൽ ഈ പാടുകളെല്ലാം നമുക്ക് ചെറിയ പാടുകളെല്ലാം നമുക്ക് കംപ്ലീറ്റ് മാറ്റാനായിട്ട് പറ്റും. അതിന് നമ്മൾ എടുത്തിരിക്കുന്ന 3Mന്റെ റബ്ബിംഗ് കോമ്പൗണ്ടാണ്. ഈ റബ്ബിംഗ് കോമ്പൗണ്ട് വെച്ച് നമുക്ക് ചെറിയ സ്ക്രാച്ചുകളോ അല്ല ചെറിയ വണ്ടി വരുന്ന ഈ പെയിന്റ് കട്ടാകാത്ത ബാക്കിയുള്ള ഓരകളെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ലൈറ്റിലുണ്ടാകുന്ന ഒരു കവറിങ് പോലെ ഒരു മങ്ങലുണ്ടാവുമല്ലോ, അതെല്ലാം മാറ്റാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഐറ്റമാണ് ഈ റബ്ബിംഗ് കോമ്പൗണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് എങ്ങനെയാണ് നമ്മൾ ഈ സ്ക്രാച്ച് മാറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യമേ ഈ റബ്ബിംഗ് കോമ്പൗണ്ട് എടുത്ത് നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടച്ച് ചെയ്യുക. കേട്ടോ, ഇങ്ങനെ തൂക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കോട്ടൺ വേസ്റ്റ് ആണ്. ഈ കോട്ടൺ വേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ റൗണ്ടിൽ ഇങ്ങനെ തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊയ്ക്കോളും. കേട്ടോ, ഇങ്ങനെ തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെറിയ സ്ക്രാച്ചുകളെല്ലാം കംപ്ലീറ്റ് പോകും. ഉണ്ടോ, ഇത് വൃത്തിയായിട്ട് നമ്മൾ കറക്റ്റ് വൃത്തിയായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ കംപ്ലീറ്റ് പോയി. ഇത് പെയിന്റ് നല്ലപോലെ കട്ടായി പോയിട്ടുണ്ട്, അതാണ് ഇത് പോകാത്തത്. അപ്പോൾ നിങ്ങളുടെ ബമ്പറിലത്തെ ഇതുപോലെ വല്ല ചളുക്കോ ഏതെങ്കിലും വണ്ടി വന്ന് തട്ടുമ്പോൾ അല്ല നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോഴത്തെ വല്ല ചളുക്കത്തെ പറ്റിയിട്ടുണ്ട്, നിങ്ങൾ ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ച് നിവർത്താൻ മാത്രം മതി. നമ്മളിപ്പോൾ വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ ഷോറൂമിൽ ഇത് കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ബമ്പർ തന്നെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറയും. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ടേ ഉള്ളൂ. അപ്പം ഇതിൽ നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.